ഹായ് ഓൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ അടിപൊളി ജിമിക്ക് കമ്മലാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കണ്ടേ? ഇതുണ്ടാക്കുന്നത് നമ്മുടെ ഒരു മരുന്ന് ബോട്ടിലിന്റെ ക്യാപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ ഒരു മരുന്ന് ബോട്ടിൽ എടുക്കുക. അതിൽ നടുക്ക് നല്ല രീതിയിൽ ഒരു ഹോൾ ഇടുക. അത് നമുക്ക് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സിസറിന്റെ എൻഡ് നമുക്ക് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ആ എൻഡ് ഇട്ട് റൗണ്ട് ചെയ്ത് ഇത്തിരി വലുതായിട്ട് തന്നെ നമ്മൾ അതിനൊരു ഹോൾ ഉണ്ടാക്കി എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇനി നമുക്ക് അതിനകത്ത് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയാണ്. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് നമുക്കൊരു സിൽക്ക് ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും എക്സാം അതിനെ ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുക. മെഷർ ചെയ്താൽ ചുറ്റി എടുക്കുക. ഒരു 40 സ്ട്രൈക്ക് നമ്മൾ അതിനെ ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്തതിന് ശേഷം അതിനെ നമ്മൾ അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് അതിന്റെ മിഡിൽ ഭാഗം കട്ട് ചെയ്ത് രണ്ടാക്കി എടുക്കണം. രണ്ട് എൻഡിലും നമ്മൾ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഞാൻ ഈ കാണിക്കുന്ന പോലെ അപ്ലൈ ചെയ്ത് ഇത്തിരി തിക്ക് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിന്റെ ഒരെൻഡ് നമ്മൾ ഈ ബോട്ടിലിന്റെ ക്യാപ്പിന്റെ ഹോളിനകത്തൂടെ ഇറക്കി അവിടെ ഗം ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ അതിനകത്തൂടെ ചുറ്റി കംപ്ലീറ്റ് ഈ പ്ലാസ്റ്റിക്കിന്റെ ക്യാപ്പ് കവർ ചെയ്തെടുക്കണം. അപ്പൊ ആർക്കും മനസ്സിലാകത്തില്ല ഇതൊരു ക്യാപ്പ് ആണെന്ന്. ഓക്കെ, ഇതൊരു അടപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ആർക്കും മനസ്സിലാകാതെ നമ്മൾ അതിന്റെ ബേസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആ ജിമിക്കിയുടെ ബേസ്. അപ്പൊ ലാസ്റ്റ് നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് സ്റ്റോൺ ബോൾസ്, സ്റ്റോൺ ചെയിൻസ് ഒക്കെ അവൈലബിൾ ആണ്. പല കളറിലുള്ള സ്റ്റോൺ ചെയിൻസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂല് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സിൽക്ക് ത്രെഡ് കളർ അനുസരിച്ച് നിങ്ങൾ ഡ്രസ്സിന് ചേരുന്ന കളർ അനുസരിച്ച് നിങ്ങൾക്ക് എടുത്തതിന് ശേഷം അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പതിയെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്തെടുത്ത് നമ്മൾ അതിനെ ഒരെണ്ണത്തിനെ കട്ട് ചെയ്ത് മാറ്റി. ഇനി അടുത്ത നമ്മൾ എടുക്കുന്നത് ഒരു സ്കൈ ബ്ലൂ കളറിലെ സ്റ്റോൺ ചെയിൻ ആണ്. അതും ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്ത് കട്ട് ചെയ്ത് അതിന്റെ ലെങ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പം ആദ്യം കാണുമ്പോൾ ഈ വൈറ്റ് ഗ്ലൂ നമുക്ക് അവിടെ കാണുമായിരിക്കും. പക്ഷെ പ്രശ്നമില്ല, അത് കുറച്ച് ഡ്രൈ ആകുമ്പോൾ അതിങ്ങനെ കാണത്തേയില്ല നമുക്ക്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കെയർഫുൾ ആയിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ അതിനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന കുന്തൻ സ്റ്റോൺ ആണ്. ബ്ലൂ കളറിലെ കുന്തൻ സ്റ്റോൺ ആണ്. അത് നമുക്ക് ഐ ഷേപ്പ് ആണ്. അതും നമ്മൾ ഇതുപോലെ ഇത്തിരി പാടാണ് ഒട്ടിച്ചെടുക്കാൻ. നമ്മൾ ഇതുപോലെ ഓരോന്നോരോന്ന് ശ്രദ്ധിച്ച് ഒട്ടിച്ചെടുത്ത് അതേപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ അതിനെ ആ ഒരു ക്യാപ്പിന്റെ ഷേപ്പിൽ നമ്മൾ അതിനെ ചുറ്റിയെടുക്കുക. അത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഹാഫ് ബീഡ് ഗോൾഡൻ കളറിലെ ഹാഫ് ബീഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതും അതിന്റെ നെക്സ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റി പതുക്കെ ഒട്ടിച്ചെടുക്കണം. അത് ഭയങ്കര പാടാണ് ഒട്ടിയെടുക്കാൻ. ബട്ട് ഇത്തിരി ടൈം എടുത്താലും നമുക്കത് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പിന്നെയും ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റോൺ ചെയിൻ തന്നെ. സ്കൈ ബ്ലൂ കളറിലെ സ്റ്റോൺ ചെയിൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും ഇതുപോലെ മെഷർ ചെയ്ത് ഒട്ടിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്കൊരു ഐപിൻ ആണ്. കാരണം ഇതിനകത്തൂടെ നമുക്ക് കയറ്റി ഹാങ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കണ്ടേ. അതിന് നമ്മളൊരു ഐപിൻ എടുത്ത് ഐപിന്നിൽ നമ്മൾ 8mm ഒരു പേളും അത് കഴിഞ്ഞ് നമ്മൾ 6mm ഒരു പേളും ആ ഐപിന്നകത്തോട്ട് കയറ്റി കൊടുത്തതിന് ശേഷം അതിന്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ടിപ്പ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് ഹാങ്ങിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ പെതുക്കെ നമ്മൾ ഈ പ്ലെയർ വെച്ചിട്ട് നമ്മളൊന്ന് അതിനെ നോസ്പിൻ പ്ലെയർ വെച്ച് നമ്മൾ അതിനെ ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു B7000 ഗം എടുത്തതിന് ശേഷം ആ ലാസ്റ്റ് 8mm പേൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതവിടെ ഫിക്സ് ആയിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിനകത്ത് ഹാങ്ങിങ്സ് തയ്യാറാക്കണം. അതിനൊരു ഹെഡ് പിൻ എടുത്തിട്ട് അതിലൊരു 3mm ഗോൾഡൻ ബീഡ് ഇടുക. ദെൻ ഡ്രോപ്പ് ബീഡ് ഇടുക. പിന്നെ ഒരു 3mm ബീഡ് ഇട്ടതിന് ശേഷം നമ്മൾ അതിന്റെ അറ്റവും ഒന്ന് ബെൻഡ് ചെയ്തെടുക്കണം. ഡ്രോപ്പ് അകത്ത് നമുക്കിങ്ങനെ അതിനെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയാണ്. അത് പെതുക്കെ ബെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ജിമിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ജിമിക്കിയുടെ അകത്ത് ഐപിൻ ഓപ്പൺ ചെയ്ത് അതിനകത്തോട്ട് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്കൊരു ഹാങ്ങിങ് റെഡിയായി. ഇപ്പൊ നമ്മുടെ ജിമിക്കിയുടെ ബേസ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ടോപ്പ് ബേസ് ആണ് ഇനി ഉണ്ടാക്കേണ്ടത്. ഇത് ഹാങ്ങിങ്സ് ആണ്, ഇനി ടോപ്പ് ആണ്. അതിനുവേണ്ടി ഞാനൊരു വൈറ്റ് കളർ പേൾ ബീഡ് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഗം വെച്ച് OHB ഷീറ്റിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം സെയിം കളറിലെ സ്കൈ ബ്ലൂ കളറിലെ തന്നെ സ്റ്റോൺ ചെയിൻ ഒരു ലെയർ ചുറ്റിയെടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ ഫ്ലവർ ഷേപ്പിൽ കുന്തൻ സ്റ്റോൺ അതുപോലെ തന്നെ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ടോപ്പ് ബേസ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അപ്ലൈ ചെയ്ത് ഇതുപോലെ നമ്മൾ ഫ്ലവർ ആയിട്ട് രണ്ട് ഇയറിംഗ്സിന് വേണ്ടിയുള്ള സെറ്റിംഗ്സ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ തന്നെ എടുക്കുക. അതിനുശേഷം ഞാനൊരു ഫെൽറ്റ് ഷീറ്റ് എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഇതിന്റെ ബേസ്, കമ്മലിന്റെ ബേസ് നമ്മൾ അതിൽ ഹോളിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബേസിനകത്തോട്ട് കണക്ട് ചെയ്ത് അതിന്റെ എൻഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കണം. OHB ഷീറ്റിനെ ഒരു ഷീറ്റും കൂടെ ഞാൻ സർക്കിളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത്തിലൂടെ കട്ടിക്കിരിക്കാൻ വേണ്ടി, കമ്മല് ബേസ് കട്ടിക്കിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഷീറ്റ് കൂടെ എടുത്തിട്ട് ആ സെയിം ബേസിനകത്തോട്ട് തന്നെ ചെറിയൊരു ഹോൾ, കമ്മലിന്റെ ഹോളിനകത്തൂടെ ആ ഒരു സ്റ്റിക്കിന്റെ ഹോളിനകത്തൂടെ കയറ്റി പിന്നെ ഞാൻ ടൈറ്റ് ചെയ്ത് രണ്ട് കമ്മലും അങ്ങനെ സെറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതവിടെ ഹാർഡായിട്ട് നല്ല ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. അപ്പം ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബേസ്, ടോപ്പ് ബേസ് നന്നായിട്ടില്ലേ? ഇച്ചിരി വീഡിയോ ക്ലാരിറ്റി കുറവുണ്ട്, കാരണം ഇവിടുത്തെ മഴയൊക്കെ അതിനാണ്. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക.
ബട്ട് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ഹാങ്ങിങ്സ് നമുക്ക് ഒരു 30-40 റുപ്പീസ് നല്ലൊരു ഹാങ്ങിങ്സ് വെളി മേടിക്കാൻ നിങ്ങൾക്ക് എന്നായാലും നല്ല ഒരു ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതുപോലെ നമ്മൾ അതിന്റെ എൻഡിൽ വേറൊരു ഐപ്പിനും കൂടെ എടുത്ത് ഹാങ്ങിങ്സിന്റെ മേളിൽ ചെറുതായിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്ത് ഒരു ഐപ്പിനും കൂടെ ഞാൻ ബെൻഡ് ചെയ്ത് അവിടെ ഇടുന്നുണ്ട്, കാരണം ഇത്തിരി ഹാങ്ങിങ് വരാനാണ്. അതിനുശേഷം അതിന്റെ എൻഡ് ഞാൻ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബേസ് അതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ക്ലോസ് ചെയ്യാം. ഇതെന്തിനാണ് ഞാൻ ഇതെന്തുകൊണ്ട് ഫിക്സ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം. വേറെ കളർ വേറെ ഒരു സെറ്റ് കമ്മലിന്റെ കൂടെയോ ബേസ് കമ്മലിന്റെ കൂടെ ഒക്കെ നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഫിക്സ് ചെയ്യാത്തത്. അപ്പൊ നോക്കിക്കേ, 2 ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി കമ്മലാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമന്റ് അറിയിക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.